അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അവന്റെ കൂട്ട്, ഏറ്റവും വലിയ അവന്റെ സഹപാഠി, ഏറ്റവും വലിയ അവന്റെ സഹകാരി നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ സഹപാഠികളോ ആയിട്ട് നാം കണക്കാക്കുന്ന ആരുമല്ല. ഏറ്റവും അധികം നമ്മളോട് സഹകരിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ കൂടെ എല്ലാ നൊമ്പരത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും സല്ലാപത്തിലും പങ്കുചേരുന്ന ഒരു കൂട്ടുകാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. ആ കൂട്ടുകാരൻ നമ്മുടെ ആത്മാവാണ്, അഥവാ റൂഹ. നാലാമത്തെ മാസം എന്റെയും നിങ്ങളുടെയും ഉമ്മായുടെ ഉദരത്തിനകത്ത് നാലാമത്തെ മാസം വരെ വെറും മാംസക്കഷണമായി കിടന്നിരുന്നവരാണ് ഞാനും നിങ്ങളും. ഒന്നാമത്തെ മാസം തന്നെ ഒരു കുഞ്ഞിന് ഉമ്മായുടെ ഗർഭാശയത്തിനകത്ത് ജീവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാറില്ല. അപ്പൊ ഇപ്പോ ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നാലാമത്തെ മാസമാകുമ്പോൾ ഭാര്യ തന്റെ വയറ്റിലേക്ക് കൈവച്ചുകൊണ്ട് പറയും, കുഞ്ഞിതാ ചലിക്കുന്നുണ്ട്, കുഞ്ഞിന്റെ തല ഇവിടെ ഇരിക്കാണ്, കുഞ്ഞിന്റെ കാല് ഇവിടെ ഇരിക്കാണ് എന്നൊക്കെ പറയും. അത് മോശമല്ല, അതൊരു കുടുംബജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത വല്ലാത്ത ഒരു രസമാണ്, സുഖമാണ്, അനുഭവമാണ്. അള്ളാഹു അത് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഏതെങ്കിലും ദമ്പതികൾ ഈ പള്ളിയുടെ മുറ്റത്ത് ശഅബാന്റെ രാത്രിയിൽ കൂടിയിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ വിഷയത്തിന്റെ ബറക്കത്ത് കൊണ്ടും ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ടും അല്ലാഹു അവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതുവരെ ചലനമില്ലാതെ കിടക്കുന്ന വെറും മാംസ ശരീരമായിരുന്നു ഉമ്മായുടെ ഉദരത്തിനകത്ത് ഞാനും നിങ്ങളും. നാലാമത്തെ മാസമാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് അഥവാ ആത്മാവിനെ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് ഉദരത്തിനകത്ത് ആത്മാവിന്, ആ ശരീരത്തിന് ജീവൻ വരുന്നത്. അങ്ങനെയാണ് ആ ശരീരം ചലിച്ചു തുടങ്ങുന്നത്. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തന്ന ആത്മാവ്, അതേ ആത്മാവ് ഇന്നും നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് വഅദ് പറയുന്നത്, നിങ്ങൾ എന്റെ വഅദ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂര സ്ഥലത്തു നിന്നൊക്കെ ഓരോരുത്തരും വന്നത് അവരുടെ ശരീരത്തിൽ അല്ലാഹു കൊടുത്ത ആത്മാവിന് കേടുവരാത്തത് കൊണ്ടാണ്. ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ശരീരത്തിന് പിന്നെ ഒരു വിലയുമില്ല. അതുകൊണ്ടാണ് മരിച്ചാൽ നേരത്തോട് നേരമാകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ആ മനുഷ്യ ആചാരപ്രകാരം എന്റെ പ്രിയപ്പെട്ടവരെ വിറക് കൂട്ടിയിട്ട് കത്തിച്ചു കളയുകയോ ചെയ്യുന്നത്. ആ ശരീരത്തിന് ഒരു ഉപയോഗവുമില്ല, അതിന്റെ റൂഹ് പോയി. സത്ത് എന്ന് പറയുന്നത്, ശരീരത്തിന്റെ സത്ത് എന്ന് പറയുന്നത് റൂഹാണ്. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചു പോകുമ്പോ, റൂഹ് പോകുമ്പോ ചില ആൾക്കാര് ചത്തുപോയി എന്ന് പറയും. യഥാർത്ഥത്തിൽ ചത്തുപോയി എന്നല്ല പറയാനുള്ളത്, സത്തുപോയി എന്നാണ് പറയാനുള്ളത്. ശരീരത്തിന്റെ സത്ത് പോകുന്നതിനാണ് നമ്മൾ സാധാരണ സ്വാഭാവികമായി ചത്തുപോയി ചത്തുപോയി എന്ന് പറയുക. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ സത്ത് ആത്മാവാണ്, നമ്മുടെ ശരീരത്തിന്റെ സ്വത്ത് ആത്മാവാണ്. നമുക്ക് തരുന്നത് നമ്മുടെ ഉമ്മായുടെ ഉദരത്തിനകത്ത് ഞാനും നിങ്ങളും 4 മാസം ചിലവഴിച്ച് കഴിയുമ്പോഴാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ റൂഹ് നമ്മുടെ ശരീരത്തിലൂടെ വളരാൻ തുടങ്ങി നമ്മുടെ ശരീരത്തെ വളർത്തുന്നു. നമ്മുടെ ശരീരത്തിന് ഒരു പേരുണ്ടാകുന്നു. ആ പേര് വിളിക്കുമ്പോ റൂഹുള്ളത് കൊണ്ട് വിളി കേൾക്കുന്നു, ആ റൂഹുള്ളത് കൊണ്ട് ഇടയുന്നു, ആ റൂഹുള്ളത് കൊണ്ട് പിച്ച വെച്ച് നടക്കുന്നു, ആ റൂഹുള്ളത് കൊണ്ട് നഴ്സറിയിൽ പോകുന്നു, ആ റൂഹുള്ളത് കൊണ്ട് മദ്രസയിൽ പോകുന്നു, ആ റൂഹുള്ളത് കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ആ റൂഹുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വന്നു, നിങ്ങൾ ഇവിടെ വന്ന് വാദ ശ്രവിക്കുന്നു. ഇനി ഒരു ദിവസം ഇനി ആ റൂഹിനെ അല്ലാഹു തന്നതുപോലെ തിരിച്ചെടുക്കുന്ന ഒരു സമയമുണ്ട്. അല്ലാഹു തആല നമുക്ക് നമ്മുടെ റൂഹ് തന്നതുപോലെ റഹ്മാനായ പടച്ചതമ്പുരാൻ തിരിച്ചെടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അല്ലാഹു നമ്മുടെ ശരീരത്തിലേക്ക് ഏൽപ്പിച്ച റൂഹിന് ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ശരീരം നമ്മൾ മിനുക്കുന്നുണ്ട്. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും തകരാറ് വന്നാൽ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് ചികിത്സിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സമയം ചിലവഴിക്കുന്നുണ്ട്. 30 ലക്ഷവും 40 ലക്ഷവും 60 ലക്ഷവും രൂപയുടെ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പോലും ഞാനും നിങ്ങളും വിധേയരാകുമ്പോൾ ഹൃദയത്തിന്റെ രോഗത്തെക്കുറിച്ചോ ഹൃദയത്തിന്റെ മാലിന്യത്തെക്കുറിച്ചോ സംഭവിച്ചു പോകുന്ന ബുദ്ധിമുട്ടുകളെ
സംബന്ധിച്ചോ നമ്മൾ ആരും ചിന്തിക്കാറില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി സമയം ചിലവഴിക്കണം. അതിന്റെ ഉപയോഗത്തിന് വേണ്ടി ഭൗതികമായ ജീവിതത്തിൽ അള്ളാഹു തന്നിരിക്കുന്ന സമയത്തെ ഞാനും നിങ്ങളും മാറ്റിവെക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റൂഹുകൾ. അപ്പോ ആദ്യമായി ആത്മാവുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണ്. 5 വിധമാണ് മനുഷ്യന്റെ റൂഹുകളെ തിരിച്ചിരിക്കുന്നത്. സഹോദരിമാര് വളരെ ശ്രദ്ധയോടുകൂടി അത് ശ്രവിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. 5 വിഭാഗമാണ് മനുഷ്യന്റെ റൂഹുകളെ അള്ളാഹു മാറ്റിവെച്ചിരിക്കുന്ന സൃഷ്ടികളുടെ. ഒന്ന് അർവാഹുൽ അംബിയായി, ഒന്ന് അംബിയാ മുർസലീങ്ങളുടെ റൂഹാണ്. അവരുടെ റൂഹ് ഇദാ ഖറജത് അൻ അജ്സാദിഹാ, ദുനിയാവിൽ വെച്ച് പ്രവാചക പുങ്കവന്മാര് മരണപ്പെട്ടാൽ അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ റൂഹ് വലിച്ചൂരിയെടുക്കപ്പെട്ടാൽ വതകൂനു ഫിൽ ജന്നാ, ആ റൂഹുകളെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നതാണ്. അംബിയാ മുർസലീങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് മരണപ്പെടുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വലിച്ചൂരിയിട്ട് ആ റൂഹിനെ റഹ്മാനായ പടച്ചതമ്പുരാൻ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോവുകയാണ്. സ്വർഗ്ഗത്തിൽ പോയി സുഖമനുഭവിക്കുന്നു. വതകൂനു ഫിൽ ജന്നാ വതശ്റബു മിൻ മാഇഹാ വതഅകുലു മിൻ സിമാരിഹാ, സ്വർഗത്തിന്റെ ഭക്ഷണം ആ റൂഹ് കഴിക്കുകയാണ്. സ്വർഗത്തിന്റെ വെള്ളം ആ റൂഹ് കുടിക്കുകയാണ്. വതതനഅമു ഫീഹാ, ആ സ്വർഗത്തിന്റെ എല്ലാ സുഖങ്ങളും ആ റൂഹ് അനുഭവിക്കുന്നതാണ്. പ്രവാചകന്മാരുടെ റൂഹ, പ്രവാചകന്മാരെല്ലാവരുടെയും റൂഹിന്റെ അവസ്ഥയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞാൽ അവരുടെ റൂഹിന് പിന്നെ ദുനിയാവിൽ സ്ഥാനമില്ല. ആ റൂഹ് സ്വർഗത്തിൽ അള്ളാഹു എത്തിക്കുന്നു. അവിടെ ഭക്ഷണം, അവിടെ വെള്ളം, അവിടെ സുഖം എല്ലാം അള്ളാഹു കൊടുക്കുകയാണ്. പക്ഷെ ഇന്ന് എന്തിനെല്ലാ പ്രവാചകന്മാരെ കുറിച്ചും പറയുന്നു. ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്മാരുടെ കിരീടമാണെന്ന് ലോകം തലകുലുക്കി സമ്മതിച്ചു പോയെങ്കിൽ ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് പുത്തൻവാദത്തിന്റെ ഏറ്റവും വലിയ പടവുകൾ ചവിട്ടിക്കയറിയിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ പുറം കാലുകൊണ്ട് വലിച്ചെറിയാൻ ശ്രമിക്കുന്ന ദുർശക്തികൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി തങ്ങളുടേതെന്നല്ല ലോകത്ത് വന്നിട്ടുള്ള സർവ്വ പ്രവാചകന്മാരുടെയും റൂഹുകൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലാണ് എന്ന് കിതാബുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. അതിന് കിതാബ് തിരിയണം. മലയാള പുസ്തകം കശത്ത് വെച്ചുകൊണ്ട് ദീൻ പഠിക്കാൻ നടന്നാൽ അത് പറ്റത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ലോകത്ത് സമ്മാനിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, അതിനെ വിചിന്തനം ചെയ്തുകൊണ്ട് ലോകത്ത് കടന്നു പോയിട്ടുള്ള മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് കിതാബുകൾ എന്റെ പ്രിയപ്പെട്ടവരെ പരതാൻ എനിക്കും നിങ്ങൾക്കും മനസ്സുണ്ടാവണം. അത് ഏതെങ്കിലും ഒരു അറ്റവും മൂലയും സംഘടന വളർത്താൻ വേണ്ടി തലേ ചുമന്നുകൊണ്ട് നടന്നാൽ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ബോധ്യമാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുകയില്ല. എല്ലാ പ്രവാചകന്മാരുടെയും റൂഹ് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, സ്വർഗത്തിൽ വെള്ളം കുടിക്കുന്നു, സ്വർഗത്തിന്റെ സുഖം അനുഭവിക്കുന്നു. നിസ്സംശയം ആ കാര്യത്തിൽ ഞാനും നിങ്ങളും ഖണ്ഡിതമായ രീതിയിൽ വിശ്വസിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അപകടമാണ്. പ്രവാചകന്മാരുടെ റൂഹത സഹോദരിമാർക്ക് പോലും ഇന്ന് അല്ലാഹുവിന്റെ റസൂലിനെ വേണ്ട. പഴയ കാലത്തെ പോലെയല്ല. പടവങ്കോട് പള്ളിയുടെ പരിശുദ്ധമായ മുറ്റത്ത് പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ചെറ്റക്കുടിലായിരുന്നപ്പോൾ മഴ പെയ്താൽ വെള്ളം അകത്തിറങ്ങിയിരുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ നൂറുകണക്കിന് സ്വലാത്ത് ചെല്ലുമായിരുന്നു, യാസീനോതുമായിരുന്നു, ഖുർആനോതുമായിരുന്നു. ഇന്ന് പണപ്പെരുപ്പം വന്നപ്പോ പള്ളിയെക്കാളും വലിയ കൊട്ടാരം കിട്ടിയപ്പോ അള്ളാഹുവിന്റെ ദീൻ മറന്നുകൊണ്ട് ഭൗതികമായ ലോകത്തിന്റെ ആഡംബരത്തിന് വേണ്ടി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് തന്നത് മദീനയുടെ മണമേറ്റ് കിടക്കുന്ന മണവാളനായ ആമിനാടെ മുത്തുബോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പെണ്ണിന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകൾ പിറന്നു വീണാൽ ചോരയുടെ മണം മാറുന്നതിന് മുമ്പ് അറേബ്യയുടെ മണ്ണ് മാന്തിയിട്ട് കുടിച്ചു മൂടിയിരുന്ന ഉപ്പമാരുടെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണിനെ കുഴിച്ചു മൂടിയ സ്ഥലത്തുനിന്ന് മണ്ണുവാരി കയ്യിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു,
3 പെമ്മക്കളെ പ്രസവിച്ചിട്ട് ആ പെമ്മക്കളെ പോറ്റി വളർത്തിയിട്ട് ആ പെമ്മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹുവിന്റെ അടുത്തിരുന്ന് സ്വർഗം ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്രത്തോളം സ്ഥാനം പെണ്ണിന് അള്ളാഹുവിന്റെ റസൂല് വാങ്ങിക്കൊടുത്തു പോയി എങ്കിൽ ഇന്ന് ആ സഹോദരിമാർക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ആവശ്യമില്ല. ഇന്നെന്റെ സഹോദരിമാർക്ക് സലാത്ത് ചെല്ലുവാനുള്ള നേരമില്ല. ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോ കുറച്ചിലാണ്. അള്ളാന്റെ റസൂലിനെ കുറിച്ച് സലാത്ത് ചെല്ലുന്നത് ശിർക്കാണ്. വീട്ടിന്റെ അകത്തും അരിവ് കഴിഞ്ഞ് സലാത്ത് ചെല്ലിയാൽ ഗൾഫിൽ പോയിട്ട് വന്ന മച്ച പറയുന്നു, ഗൾഫിലൊന്നും സലാത്തില്ല, അതുകൊണ്ട് പടവങ്കോട്ടത്തെ പെണ്ണെ നീ സലാത്ത് ചെല്ലണ്ട, അത് മൗലാക്കന്മാര് വയറ് വളർത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മസ്ജിദുൻ നബവിയുടെ റൗള ശരീഫിന്റെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയുടെ കവാടത്തിന്റെ മുമ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആയിരക്കണക്കായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സലാം പറയാറുന്ന സലാത്ത് ചെല്ലാൻ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കിയിട്ട് നിൽക്കുന്ന എത്ര പേരാ ഉള്ളത്? ഇന്നെന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ ഉംറയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ കാണാനും മദീന കാണാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ആഗ്രഹം അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഈ പള്ളിയുടെ പരിശുദ്ധമായ മുറ്റത്ത് എത്രയോ പേരെങ്ങനെ ആഗ്രഹിച്ചവരാണ്. പോയിട്ട് വന്ന് വീണ്ടും ഒന്ന് പോകാനുള്ള കൊതി കൊണ്ട് ആർത്തി കൊണ്ട് ആഗ്രഹത്തോടെ ഇരിക്കുന്നവരുണ്ട്. റഹ്മാനെ, അവരുടെ മനസ്സിന്റെ ഇഖ്ലാസിന്റെ അളവനുസരിച്ച് എത്രയും പെട്ടെന്ന് അത് നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ചില ആൾക്കാർക്ക് അങ്ങനെ ഗൾഫിൽ പോയിട്ട് വരുമ്പോഴാണ് ദീൻ തിരിയുന്നത്, അതുവരെ തിരിയൂല. ഗൾഫിൽ പോയിട്ട് ഇങ്ങോട്ട് വന്ന് കുറച്ച് കാശായി കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ വന്ന് അത്തഹിയാത്തിരിക്കുമ്പോൾ ആ വിരള് ഇതെവിടെന്നാ? പഴയ ഉഷാഫന്റെ പരസ്യം പോലെ ഇതെവിടെന്നാ കിട്ടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, കാട്ടറബികൾ നിന്റെ ദീൻ അവര് കാണിക്കുന്നതാണ് ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് പടവങ്കോട് വന്ന് ഉസ്താദിന്റെ മുമ്പ് കയറിയിട്ട് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് നിന്റെ ഹൃദയത്തിനകത്ത് ഈമാനുണ്ടോ എന്ന് തപ്പി നോക്കാനുള്ള സമയം കഴിഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും 10-15 വയസ്സ് കഴിയുന്ന മുമ്പ് ബുഖാരിയിലുണ്ടോ ബുഖാരിയിലുണ്ടോ നമ്മളൊന്ന് ഓർത്തു നോക്കണം. സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്കും തട്ടിക്കളിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോളല്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച ബഹുമാനപ്പെട്ട ഷാഫി ഇമാം പറയുന്നത് അംഗീകരിക്കാൻ നിവർത്തിയില്ലാത്ത ഞാനും നിങ്ങൾ എവിടത്തെ ഹദീസിന്റെ ബന്ധുകൊണ്ട അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലക്ഷക്കണക്കിന് ഹദീസ് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ റാവിയുടെ പേര് സഹിതം കുഞ്ഞുനാൾ മുതൽ മനഃപ്പാടമാക്കിയ ഷാഫി ഇമാം ഒരു ഹദീസ് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നിവർത്തിയില്ലാത്ത നമ്മൾ ലോകത്ത് പിന്നെ ഏത് സംഘടനാ നേതാവ് പറഞ്ഞ കുറെ മലയാളം പുസ്തകവും കശത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ചവിട്ടി തേക്കും എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടിരിക്കാൻ, അത് കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കരുത്. അതുപോട്ടെ, ദീനുണ്ടെങ്കിലല്ലേ ബാക്കിയുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ. ഇവിടെ നിസ്കാരമില്ല, പിന്നെ ഇനി റസൂലുള്ളാഹിയെ കുറിച്ച് പറയണം. അത് നിസ്കാരം തുടങ്ങണ്ടേ? അള്ളാഹുവിന്റെ പള്ളിയിൽ കേറാൻ സമയമില്ല, നിസ്കാരമില്ല, ദീനുമായിട്ടൊരു ബന്ധവുമില്ല. പിന്നെയല്ലേ അള്ളാഹുവിന്റെ റസൂലിനെ ആര് ചവിട്ടിയാലും ആര് വെട്ടിയാലും ആര് കൊന്നാലും ആര് സാധാരണക്കാരനാക്കിയാലും ആര് ചവിട്ടിക്കളഞ്ഞാലും യാതൊരുവിധ പ്രശ്നവും മനസ്സിന്റെ അകത്ത് വരാറ് സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവര് അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഞാൻ മടങ്ങി വരട്ടെ. ഗൾഫ് രാജ്യത്തേക്ക് പോയി വരുന്നവർക്ക് എന്തേ ഇത്ര കടിയുണ്ടാകുന്നത്? ദീനിനെ കുറിച്ച് പറയുമ്പോൾ എന്തേ ഇത്ര മനസ്സിന്റെ അകത്ത് കുറച്ചിലുണ്ടാകുന്നത്? ചില ആൾക്കാര് ഗൾഫിൽ പോയിട്ട് വന്നിട്ട് സഫ് നിൽക്കുന്ന കാണണം. ഇതൊന്നും സഹോദരിമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, എങ്കിലും പള്ളിയിൽ പോകുന്ന ആണുങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവും. സഫ് നിൽക്കുന്നത് തന്റെ കാലിന്റെ ചെറിയ വിരൽ കൊണ്ട് അടുത്ത് നിൽക്കുന്ന ആളിന്റെ കാലിന്റെ ചെറിയ വിരൽ ചവിട്ടിയെങ്കിലേ സഫ് ശരിയാവൂ എന്നാണ്. ആ കാലം അങ്ങോട്ട് വലിക്കുമ്പോൾ ഇവൻ കാലം അങ്ങോട്ട് നീട്ടും. അങ്ങനെ നീണ്ടു 10 പേർക്ക് നിൽക്കാനുള്ള സഫ് അവനും അവന്റെ വാപ്പാക്കും വേണ്ടി മാത്രം. ഒരു കാലം ഇവിടെ, ഒരു കാലം ഇവിടെ, കൈകെട്ടി നിസ്കരിക്കുന്ന കാലമാ. എന്താ ദീനെന്ന് വിചാരിച്ചാൽ ഞാനും നിങ്ങളും മനസ്സിലാക്കിയത് തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പടവങ്കോട് പള്ളിയുടെ മുറ്റത്ത് വന്നവര് അല്ലാഹുവിന്റെ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാര് സാധാരണ വ്യക്തിത്വങ്ങളാണെന്ന ധാരണ ആരുടെയും മനസ്സിന്റെ അകത്ത് വന്നു പോകാൻ പാടില്ല. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ റൂഹി ഫിദാലക ഖായിദുൽ അബ്റാരി
നഫ്സി ഫിദാക സയ്യിദൽ അൻസാരി. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് ഞാൻ എന്റെ ജീവൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, സച്ചരിതരായ സൽക്കർമ്മകാരികളായ സഹാബത്തിനെ പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ലെങ്കിൽ മനസ്സറിഞ്ഞൊരു 10 സലാത്ത് ഒരു ദിവസം കൊടുക്കാനെങ്കിൽ ഈ പാവപ്പെട്ട സമുദായം മനസ്സ് വെച്ചില്ലെങ്കിൽ ഇന്നനാ നർജൂ ഇലാ കഅസി ഹൗലിക ലില്ലതോ യൗമ നസിരി കിതാബിയ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് ചെല്ലുമ്പോ ആ വെള്ളം കുടിക്കാ എന്റെ പ്രിയപ്പെട്ടവരെ, സവാരിയത്തിന്റെ മാലാഖമാർ അനുവദിക്കുകയില്ല. ആളിപ്പടരുന്ന സവാരിയത്തിന്റെ മാലാഖമാർ ആളിപ്പടരുന്ന നരകക്കുണ്ടാരത്തിലേക്ക് എന്നെയും നിങ്ങളെയും വലിച്ചെറിഞ്ഞു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കണിശമായ തീരുമാനമെടുക്കുക. എന്തു സംഭവിച്ചാലും കുറഞ്ഞത് ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിലോ പ്രദേശത്തിലോ ഒരു 101 സലാത്ത് ചൊല്ലാതെ എന്ത് ദിവസത്തെ ഞാൻ അവസാനിപ്പിക്കില്ല. തീരുമാനിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും തീരുമാനിക്കും. ഒരുപാട് സമയമൊന്നും വേണ്ട. സഹോദരിമാര് തീരുമാനിച്ചു നോക്ക്. 101 സലാത്ത് ഒരു ദിവസം, രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും കുഴപ്പമില്ല. അല്ലാഹു ഒരുപാട് ബറക്കത്ത് തരും. സ്വലാത്ത് കൊണ്ട് മരിക്കുന്ന സമയം അല്ലാഹു മരണവേദന എളുപ്പമാക്കി തരും. റഹ്മത്തിന്റെ മാലാഖമാരെ ഇറക്കി തരും. സ്വലാത്ത് അധികരിപ്പിക്കുന്നത് കൊണ്ട് ചെയ്യുന്ന കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. മാരകമായ രോഗങ്ങൾ, ബുദ്ധിമുട്ട്, സാമ്പത്തിക പിരിമുറുക്കങ്ങൾ അല്ലാഹു മാറ്റിത്തരും. ഇന്ന് ഇതിനൊന്നും നേരമില്ലാതെ കിട്ടുന്ന കാശുകൊണ്ട് സുഖിക്കണം, രസിക്കണം, രമിക്കണമെന്ന് പറഞ്ഞ് പിശാചിന്റെ പിന്തലമുറക്കാരായി പരക്കം പായുമ്പോഴാണ് അപകടമുണ്ടാകുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സലാത്ത് നിരന്തരം, പ്രത്യേകിച്ച് ഈ നിറഞ്ഞിരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിന്റെ ഒരു ഭാഗം നിറഞ്ഞു കവിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അതിലുപരി എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാർ, ആവേശത്തോടെ തീരുമാനിക്ക്. സ്വലാത്ത് മറക്കരുത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഒന്നാമത്തെ റൂഹ് അംബിയാ മുർസലീങ്ങളുടെ റൂഹ്. രണ്ടാമത്തെ റൂഹ് അർവാഹു ശുഹദാ, ശുഹദാക്കളുടെ റൂഹാണ്, രക്തസാക്ഷികളുടെ റൂഹാണ്. ദുനിയാവിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിച്ച് ആ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ആ ദീനിനു വേണ്ടി തന്റെ ശരീരത്തെ രക്തസാക്ഷിത്വമാക്കപ്പെട്ട സഹോദരങ്ങൾ, അവരാണ് ശുഹദാക്കൾ, അവരാണ് ഷഹീദുമാർ. അവരുടെ റൂഹിന്റെ അവസ്ഥ എന്താ? ഫഇന്നല്ലാഹ യജ്അലുഹാ ഫി അജ്വാഫിൻ തുയൂരിൻ ഖദിറാ. അവര് മരണപ്പെട്ടു പോയാൽ അവരുടെ റൂഹ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ഉടനെ പച്ച ചിറകുകളുള്ള സ്വർഗത്തിന്റെ ഒരു വിഭാഗം പക്ഷികളുണ്ട്. ആ പക്ഷികളുടെ ഉള്ളിലേക്ക് ആ റൂഹിനെ അല്ലാഹു കടത്തുന്നതാ. എന്നിട്ട് ആ പക്ഷികൾ വതദൂറു ബിഹാ ഫീ അൻഹാരിൽ ജന്ന, സ്വർഗത്തിന്റെ അരുവികൾക്ക് മുകളിലൂടെ ആ പക്ഷികൾ ഇങ്ങനെ പറക്കുന്നതാ. മാത്രമല്ല വതഅകുലു മിൻ സിമാരിഹാ, ആ സ്വർഗത്തിന്റെ ഭക്ഷണം ആ പക്ഷികൾ കഴിക്കുന്നതാ. വതശറബു മിൻ മായിഹാ, ആ സ്വർഗത്തിന്റെ വെള്ളം ആ പക്ഷികൾ കുടിക്കുന്നതാണ്. ആരാണ് ഷഹീദ് എന്ന് പറഞ്ഞാൽ? രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹുവിന് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തി ഭൗതികമായ മാനദണ്ഡങ്ങളെ മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് എന്റെ റബ്ബ് എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിന് വേണ്ടി എല്ലാ സുഖങ്ങളെയും വലിച്ചെറിഞ്ഞ് പോരാട്ട വീര്യത്തോടെ ഇസ്ലാമിന്റെ ശത്രുവിന്റെ മുന്നിൽ ആനന്ദവും ആർഭാടവും പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് ഈമാനിന്റെ ആഴമുള്ള കൽബ് ലോകത്ത് പണിந்து കാണിച്ചു കൊടുത്ത ഇസ്ലാമിന്റെ രക്തസാക്ഷിത്വം വരിച്ചവർ മക്കയിലേക്ക് മദീനയിലേക്ക് പോകുമ്പോൾ ഒരുപാട് രക്തസാക്ഷികളെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലാഹുവിന്റെ ഹബീബ് വല്ലാതെ കരഞ്ഞുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു. ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണ് ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തെ പിച്ചി ചീന്തിയിട്ട് കരള് പുറത്തെടുത്തിട്ട് ചവച്ചരച്ച് വലിച്ചു ദൂരേക്ക് തുപ്പിയെറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞു പോയ ഒരേ ഒരു ഷഹീദിന്റെ പേര് ഹംസ റളിയല്ലാഹു അൻഹു എന്നാണ്. എന്നാൽ ഇന്ന് ചില വിവരം കെട്ടവര് ഹംസ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹുവിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോയാ സലാം പോലും പറയാൻ നിൽക്കാറില്ല. കാരണം എന്തേ? സലാം പറയുന്നത് ശിർക്കാണ്. ഹംസ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞാൽ ശിർക്കായി. വേണ്ട, നിന്റെ സലാം കേൾക്കാൻ ഹംസ റളിയല്ലാഹു അൻഹു ഒരു താല്പര്യമില്ല. നീ അത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്ന് ബഹുമാനപ്പെട്ടവർക്കറിയാം. നീ സലാം പറയല്ലേ എന്ന് ഹംസ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെന്നിട്ട് അമ്മായിയമ്മയും മരുമോളും പിണങ്ങിയിരിക്കുന്ന പോലെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ ഭാഗത്തൊന്ന് ചെന്ന് നോക്കിയിട്ട് തിരിച്ചപ്പോഴേ വരിക. ഇതൊക്കെ പറയുമ്പോ സഹോദരിമാരെ, നിന്റെ കയ്യിൽ കിടക്കുന്ന 2 വള ഊരി വിറ്റാൽ ഇന്ന് ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരാം. നേരുണ്ടോ? ആർക്കും താല്പര്യമില്ലല്ലോ. ഭർത്താവിന്റെ കൂടെ വീഗാലാൻഡും ഹാപ്പി ലാൻഡും ഗോൾഡൻ വാലിയും ഗോൾഡ് ഇല്ലാത്ത വാലിയും മൊത്തവും കറങ്ങിയടിച്ച് നടന്ന് രാവിലെ മുതൽ രാത്രി വരെ വീഗാലാൻഡിന്റെ കൃത്രിമ കടലിന്റെ അകത്ത് ബെർമൂഡയിട്ട് നീന്തി കുളിച്ച സഹോദരനും സഹോദരിക്കും അവര് ചിലവഴിച്ചതിന്റെ ഒരു ഭാഗം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് ചിലവഴിച്ചിരുന്നു എങ്കിൽ പരിശുദ്ധ മക്കയും മദീനയും കണ്ട് സന്തോഷമായിട്ട് മടങ്ങി വരാമായിരുന്നു. താല്പര്യം വേണ്ടേ? അതിന് താല്പര്യം വേണം, മനസ്സ് നിറച്ച് ചിന്ത വേണം. എന്റെ പ്രിയപ്പെട്ടവരല്ലാതെ നടക്കൂല. ഞാനും നിങ്ങളും വിചാരിക്കുന്ന പോലെ അത്ര നിസാരമൊന്നുമല്ല അത്. കോടികളുള്ളവർക്ക് പോലും അതിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. അതിന് അള്ളാഹു ശരിയിട്ടുകൊണ്ട് അള്ളാഹു തിരഞ്ഞെടുക്കുന്നവർക്കാണ് ആ പുണ്യഭൂമിയിലേക്ക് പോയിട്ട് വരാൻ കഴിയുക. എല്ലാവരും നിയ്യത്ത് ചെയ്യ്. അവിടെ എത്തിയില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് ഒരർത്ഥവും വല്ലാഹി ഒരർത്ഥവുമില്ല. അതുകൊണ്ട് അവിടെ എത്തണം. സഹോദരിമാരൊക്കെയും അതിനു വേണ്ടി നിയ്യത്ത് ചെയ്യ്. ദുനിയാവ് ദുനിയാവ് ദുനിയാവെന്നും പറഞ്ഞ് ജീവിക്കാതെ മക്കയിലും മദീനയിലൊക്കെ ചെന്നിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുനിയാവിന്റെ സകലമാന ചിന്തകളും മറന്നുപോകും. കാണണ്ടേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന ഖബർ കാണണ്ടേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്നത് കാണണ്ടേ? എന്ന് നിസ്കാരമില്ല, നോമ്പുമില്ല, ഒന്നുമില്ലെങ്കിലും ഏർവാടിയിലും ആറ്റിങ്കരയിലും ബസ് ടൂറിന് പോകണം എന്ന് പറയുമ്പോ ചാടി കയറാൻ മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ? ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ പോയിട്ട് കാണണ്ടേ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അടക്കിയിരിക്കുന്ന പരിശുദ്ധമായ സ്ഥലം പോയെന്ന് കാണണ്ടേ? എത്രയോ മഹാനുഭാവന്മാര് 15,000-ഓളം പ്രിയപ്പെട്ട സച്ചരിതരായ സഹാബത്ത് കിടന്നിറങ്ങുന്ന ജന്നത്തുൽ ബഖീന്റെ മുമ്പിലൂടെ നടന്നു പോകണ്ടേ? പറഞ്ഞിട്ട് അവരുടെ അരികിലൂടെ നടന്നു പോയിട്ട് പടവങ്കോടുള്ള പാവപ്പെട്ട വനിത പരിശുദ്ധ മക്കയിലെത്തി മദീനയിലെത്തി എന്ന് പറഞ്ഞ കണ്ണീരോടെ ദ്വാരക്കണ്ടേ? അതിനും നാണെന്റെ സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ റൂഹ് ശുഹദാക്കളുടെ റൂഹാണ്. ശുഹദാക്കളാകാൻ എല്ലാവർക്കും സാധിക്കുകയില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തവർക്കല്ലാതെ അള്ളാഹുവിന്റെ ഷഹീദ് എന്ന് പറയുന്ന പദവി അള്ളാഹു കൊടുക്കുകയില്ല. പിന്നെ ചിലർക്കൊക്കെ റഹ്മാനായ പടച്ച റബ്ബ് ജിഹാദ് ചെയ്യാതെ തന്നെ ഷഹീദിന്റെ പദവി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടന്നാൽ എന്റെ വിഷയം തീരൂല. മൂന്നാമത്തെ റൂഹ് അർവാഹുൽ മുതീന മിനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളിൽ നിന്നും അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവരുടെ റൂഹ. മുഅ്മിനീങ്ങളിൽ നിന്നും അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച സൽക്കർമ്മകാരികളായ സത്യവിശ്വാസികളുടെ റൂഹ. ആ റൂഹ് പിരിഞ്ഞ ഉടനെ എവിടെയാണ് അല്ലാഹു കൊണ്ടുപോകുന്നത്? ആ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുന്നത് മുഅ്മിനീങ്ങളുടെ റൂഹ് ഇദാ ഖറജത്തു മിൻ അജ്സാദിഹാ, അവരുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ പടവങ്കോട് പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കാമെന്ന് അടുത്തു താമസിക്കുന്നവൻ, അല്ലെങ്കിൽ പടവങ്കോട് പള്ളിയുടെ പരിസരത്തുള്ള ഒരു സഹോദരി കൃത്യമായി തലമറച്ചുകൊണ്ട് യാസീൻ ഓതിക്കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് നിസ്കരിക്കുന്നവളാണ്. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, കറകളഞ്ഞ വിശ്വാസം ഹൃദയത്തിന്റെ അകത്തുള്ള പെൺകുട്ടിയാണ്, ഉമ്മയാണ്, ഉപ്പയാണ്. എന്നാൽ അവര് മരണപ്പെടുമ്പോൾ അവരുടെ റൂഹ് ഫീ റിയാദിൽ ജന്ന, ഫീ റിയാദിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ പൂന്തോട്ടത്തിലാണ്. മക്കള് കരയുമ്പോ, ബന്ധുക്കള് കരയുമ്പോ, നാട്ടുകാരും കുടുംബക്കാരും വന്ന് കഫം പൊതിയുന്നതിനെ കുറിച്ച്, മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിന്റെ റൂഹദാ ഫീ റിയാദിൽ ജന്ന. അപ്പോ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ അല്ലാഹു നമ്മുടെ വിശ്വാസികളുടെ റൂഹിനെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ കൊണ്ടുപോകും. അവിടെ പോകുമ്പോ ഒരു കാര്യമുണ്ട്, ലാ തഅകുലു വലാ തശ്റബു വലാകു യൻദുറു ഇലൽ ജന്നതി ഫഖത്ത്. തിന്നാനും കുടിക്കാനും പറ്റൂല,
ആ പരിശുദ്ധമായ സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ നിന്ന് സ്വർഗം നോക്കി കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ എത്രയോ പേര് നമ്മുടെ പടവങ്കോട് തന്നെ മരണപ്പെട്ടു പോയി. നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ മരണപ്പെട്ട നിങ്ങളുടെ റൂഹ് സ്വർഗത്തിന്റെ തോട്ടത്തിൽ, വിശ്വാസികളുടെ റൂഹായി സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകുന്ന റൂഹായി മാറാൻ നമ്മുടെ റൂഹിന് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? എത്ര വഖത്ത് നിസ്കാരം നമ്മുടെ പേരിൽ ഖലാ ആയിട്ടുണ്ട്. എത്ര പേര് ഞാനും നിങ്ങളും ഫസാദ് പറഞ്ഞു, എത്ര പേരെ വഞ്ചിച്ചു, എത്ര പേരെ ചതിച്ചു. ഈ പരിശുദ്ധമായ പള്ളിയോട് തന്നെ എത്ര ക്രൂരതയാണ് ഞാനും നിങ്ങളും ചെയ്തു പോയത്. ഒന്ന് ചിന്തിക്കണേ. എന്നാ നമ്മുടെ റൂഹിന് സ്വർഗീയ ആരാമത്തിൽ സ്ഥാനമില്ല. ആരുടെ റൂഹാണ് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തില്? ആരുടെ റൂഹാണ്? ബഹുമാനപ്പെട്ട ശാഫി ഇമാമിനെ പോലെ, ഹനഫി ഇമാമിനെ പോലെ, അബൂ ഹാമിദുൽ ഹുസൈനി റഹിമഹുല്ലാഹിനെ പോലെ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ പോലെ എത്രയോ മൺമറഞ്ഞു പോയ മഹാനുഭാവന്മാരായ പ്രിയപ്പെട്ട സച്ചരിതരായ ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കന്മാര്, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്നവര്, അവരൊക്കെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലാകുമ്പോ ദുനിയാവിൽ പലിശ വാങ്ങിയിട്ട് കള്ളുകുടിച്ചിട്ട് തോന്നിയതുപോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും റൂഹിന്റെ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ തോട്ടത്തിൽ സ്ഥാനമുണ്ടോ? ചിന്തിച്ചേ മതിയാവുകയുള്ളൂ. ഈ രാത്രി മരണപ്പെട്ട ഈ രാത്രിയാണ് ഖാബുൽ അർവാഹ് അസ്റായീൽ വരുന്നതെങ്കിൽ എന്റെ പടവങ്കോടുള്ള പെങ്ങളെ, എന്തൊക്കെ കണക്കുകളാ അല്ലാഹുവിനോട് പറയാനുള്ളത്. എത്ര തെറ്റിന്റെ, എത്ര കുറ്റത്തിന്റെ, എത്ര മോശമായ പ്രവർത്തനത്തിന്റെ, എത്രയോ മ്ലേച്ഛമായ ചിന്തയുടെ പർവ്വത സമാനമായ കെട്ടുകൾ അടിച്ചിറക്കുമ്പോ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു നന്മ പോലും നിന്റെ ജീവിതത്തിൽ കാണൂല പെങ്ങള്. ഇതാണ് ജീവിതമെന്ന് പറഞ്ഞ് സുഖിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ, വഅനീബൂ ഇലാ റബ്ബികൂ വഅസ്ലിമൂ ലഹു. അല്ലാഹുവിലേക്ക് മടങ്ങി വന്നു. ഈ പാപം പൊറുക്കുന്ന ശഅബാനിലെല്ലാവരും ഇനി എപ്പോഴാണ് എന്റെ സഹോദരങ്ങള് മടങ്ങി വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? നിസ്കാരമില്ലാതെ പടവങ്കോട് പള്ളിയുടെ ചുറ്റും കറങ്ങി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു കുപ്പി കള്ളിലാണ് നിന്റെ ജീവിതത്തിന്റെ സന്തോഷമെന്ന് കരുതിപ്പോയെങ്കിലും ഇല്ല മോനെ. 18-കാര്, 20-കാര്, 25-കാര് പള്ളിപ്പറമ്പിന്റെ അകത്ത് കൊണ്ടുപോയി മണ്ണ് വാരിയിട്ട് സങ്കടത്തോട് തിരിച്ചു വരാൻ പോലും കഴിയാതെ ഖബറിന്റെ അടുപ്പിരുന്ന് വിങ്ങിപ്പൊട്ടുന്ന കൂട്ടുകാരെ കണ്ടില്ലേ? ആരാണ് മോനെ നിനക്ക് വേണ്ടി മരണത്തിന് ശേഷം പ്രവർത്തിക്കാനുള്ളത്? ആരുണ്ടോ? തോളത്ത് കൈയിട്ടുകൊണ്ട് സിനിമയ്ക്ക് വന്നവരുണ്ടോ? നിന്റെ കൂടെ വന്ന് വ്യഭിചാരത്തിന് കൂട്ടുനിന്നവരുണ്ടോ? ചാപ്പിൽ പോയി കാത്തു നിൽക്കാ നിന്റെ കൂടെ വന്ന കൂട്ടുകാരുണ്ടോ? ഗൾഫിൽ നിന്ന് നീ പെട്ടിയുമായി വന്നപ്പോ പെട്ടിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന കുപ്പിയെടുക്കാ നിന്റെ കൂട്ടുകാർ ഫോൺ വിളിച്ചിട്ട് ഓടി വന്നില്ലേ? വീട് പാല് കാച്ചിയപ്പോ കുപ്പിയെടുപ്പില്ലേ? കല്യാണത്തിന്റെ തലേ ദിവസം കുപ്പിയെടുപ്പില്ലേ? ഭാര്യ പ്രസവിച്ചപ്പോ കുപ്പിയെടുപ്പില്ലേ? നിന്റെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷത്തിനും അൽഹംദുലില്ലാഹ് പറയുന്നതിന് പകരം കൂട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട് കുപ്പിയെടുത്തിട്ട് അല്ലാഹുവിനോട് വെല്ലുവിളി പ്രഖ്യാപിച്ചവരെ, അല്ലാഹുവേ എന്തുകൊണ്ട് പേടിക്കുന്നില്ല? എന്തുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ അകത്തേക്ക് ഭയം വരുന്നില്ല? 17-കാരെയും 18-കാരെയും എത്രയോ അന്യപുരുഷന്മാരുമായി വാക്ക് പറഞ്ഞു വെച്ചിരിക്കുകയാ. അതുകൊണ്ട് ഈ രാത്രി പരിവർത്തനത്തിന്റെ രാത്രിയാകണം പ്രിയപ്പെട്ട സഹോദരങ്ങള്. പടവങ്കോട് പള്ളിയുടെ മുറ്റത്ത് നൗഷാദ് ബാഖവി എന്ന് പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ വാള് പറഞ്ഞിട്ട് ആറാട്ടുപുഴയിലേക്ക് നാളെ വാള് പറയാൻ വേണ്ടി യാത്ര തിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു ഒരു നിമിത്തമായിട്ട് വെച്ച പരിപാടി കൊണ്ട് നിന്റെ മനസ്സിന്റെ അകത്തൊരു മാറ്റം വന്നില്ലെങ്കിൽ എന്റെ പെങ്ങളെ, പട്ടിയെ കൊണ്ടുപോയി കുഴിച്ചിടുന്ന പോലെ നിന്റെ മക്കള് കൊണ്ടുപോയി പള്ളിപ്പറമ്പില് നിന്നെ വെച്ച് മണ്ണ് വാരിയിട്ട് തിരിച്ചു പോകുമ്പോ ഒരു നന്മ പോലും നിന്റെ ഖബറിന്റെ അകത്ത് കിട്ടൂല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ റൂഹായി മാറിയ ആര് കരഞ്ഞാലെന്തോ, എവിടെ അടക്കിയാലെന്തോ, വതകൂനു ഫീ
റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലായിരിക്കും നമ്മുടെ റൂഹിന്റെ സ്ഥലമെന്ന കാര്യം നമ്മൾ മറക്കണ്ട. നാലാമത്തെ റൂഹ് ആരുടേതാണെന്നറിയോ? അർവാഹുൽ ഉസാതി മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്ന് തെറ്റ് ചെയ്യുന്നവരുടെ റൂഹാണ്. വിശ്വാസികളിൽ നിന്ന് തെറ്റ് ചെയ്യുന്നവരുടെ റൂഹാണ്. തിന്മ ചെയ്യുന്നവരുടെ റൂഹാണ്. ആഭാസത്തരങ്ങൾ കാണിച്ച് ജീവിക്കുന്നവരുടെ റൂഹാണ്. നിസ്കരിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. 10 കൊല്ലമായി 9 കൊല്ലമായി ജാബിർ സഖാഫി ഉസ്താദ് പള്ളിയിൽ പ്രസംഗിക്കുന്നുണ്ട്, ക്ലാസ് നടത്തുന്നുണ്ട്, നസീഹത്ത് തരുന്നുണ്ട്. ഇന്ന് വരെ അത് സമാധാനത്തോടെ കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 9 വർഷമായി ഈ പരിശുദ്ധമായ പള്ളിക്കകത്ത് ഹദ്ദാദ് റാത്തീബ് ഓതുന്നുണ്ട്. അതെന്തെന്ന് ചോദിച്ചാ മറുപടി പറയാനുള്ള, അത് എന്താണെന്ന് ബോധമുള്ള എത്ര ചെറുപ്പക്കാരാണുള്ളത്? എന്റെ സഹോദരങ്ങള്, എനിക്ക് എന്റെ ഉസ്താദിനോട് പറയാനുള്ളത്, 9 കൊല്ലമൊക്കെ മതി ഉസ്താദ്, നന്നായില്ലെങ്കിൽ പടച്ചവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇറങ്ങിപ്പോക്കോ. എത്രയോ നല്ല ആലിമീങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് പള്ളികൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു നല്ല ഉസ്താദിനെ കിട്ടിയിരുന്നെങ്കിൽ, നല്ലതുപോലെ പ്രസംഗിക്കുന്ന, നല്ലതുപോലെ ഖുർആൻ ഓതുന്ന, നല്ലതുപോലെ ക്ലാസ് നടത്തുന്ന ഒരു ഉസ്താദിനെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നൂറുകണക്കിന് കേരളത്തിന്റെ പള്ളികൾ കാത്തിരിക്കുമ്പോ നന്നാവാത്ത ജനതയ്ക്ക് വേണ്ടി 10 കൊല്ലത്തിൽ കൂടുതൽ ആർക്ക് വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത്? ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്ന, ഭൂമി കുലുങ്ങിപ്പറിക്കാൻ പോകുന്ന, പർവ്വതങ്ങളെ പഞ്ഞിക്കെട്ടുകളെ പോലെ പാറിപ്പറക്കാൻ പോകുമ്പോ വീടിന്റെ അകത്തളത്തിരുന്നു കൊണ്ട് വിദേശ രാജ്യത്ത് കിടന്ന് എല്ലുമുറിയ പണിയെടുക്കുന്ന ഭർത്താവിന് വഞ്ചിച്ചുകൊണ്ട് ഫോണിലൂടെ അന്യമതത്തിൽപ്പെട്ടവരുമല്ലാത്തവരുമാരാ അന്യപുരുഷന്മാരായ കാമവെറിയന്മാരോട് പേക്കൂത്ത് സംസാരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഈ നാടിന്റെ ശാപമാണ്. ഈ ലോകം അവസാനിക്കുന്നതിന്റെ കാരണത്തിൽപ്പെട്ടതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ള കോടാനു കോടി അനുഗ്രഹങ്ങൾ ഒരൽപ്പം പോലും മാറ്റിവെക്കാതെ റബ്ബ് ചോദിക്കുമ്പോ എന്തു മറുപടി കൊടുക്കും? പ്രിയപ്പെട്ടവര്, കണ്ണ് തന്ന അള്ളാഹു, കാത് തന്ന അള്ളാഹു, കൈകാലുകൾ തന്ന അള്ളാഹു, ഹൃദയം തന്ന അള്ളാഹു. എത്രയോ പേര് തളർന്നു കിടക്കുന്നുണ്ട്, എത്രയോ പേര് ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്നുണ്ട്, എത്രയോ പേര് കാഴ്ചയൊന്ന് കിട്ടാൻ വേണ്ടി പൊട്ടിക്കരയുന്നുണ്ട്, എത്രയോ പേര് ഹൃദയത്തിന്റെ ഓരോ ഇടിപ്പിനും ഓരോ ലക്ഷം രൂപ ഹോസ്പിറ്റലിനകത്ത് കെട്ടിവെക്കുന്നവരുണ്ട്. ഇതെല്ലാം ഒരു ചില്ലി കാശ് പോലും വാങ്ങാറ് വാരിക്കോരി എനിക്കും നിങ്ങൾക്കും തന്ന പടച്ചറപ്പിന് പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് പടവങ്കോട് പള്ളിയുടെ പവിത്രമായ മിനാരത്തിലൂടെ ബാഗ് കേൾക്കുമ്പോ അതിന്റെ താഴത്തുള്ള പണയിലിരുന്ന് തെങ്ങും തോട്ടത്തിലിരുന്ന് കൂട്ടുകാരുമൊത്ത് വട്ടം കൂടി വെള്ളമടിക്കോ മനസ്സ് കാണിക്കുന്നവര് പിശാചിന്റെ മക്കളായി പോയോ തിരിച്ചു കേറി വരാ വലിയ കഷ്ടപ്പാടാണ് കേട്ടോ. നരകത്തിന്റെ ചിന്തകള് നിന്റെ മനോമുഖരത്തെ മലീമസമാക്കി കിടന്നോ പിന്നെ രക്ഷപ്പെടാ കഴിയില്ല പെങ്ങള്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ചിന്ത വരാത്ത പെണ്ണ്, അള്ളാന്റെ ചിന്ത വരാത്ത പെണ്ണ്, ഹബീബിനെ മറന്നുപോയ പെണ്ണ്, ഖുർആൻ എടുത്തിട്ട് എത്ര ദിവസമായി പെങ്ങള്, ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ട് എത്ര ദിവസമായി പെങ്ങള്. അങ്ങനെയുള്ള മനോമുഖരത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവര് അള്ളാഹുവിന്റെ അദാബ് വരുന്നതിന് മുമ്പ് പരിശുദ്ധ ശഅബാനിന്റെ ഈ രാത്രി പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടി അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നുയരുന്ന യഥാർത്ഥ മുഖ്ലിസീങ്ങളായി മാറിക്കോ. അള്ളാഹു അതിന് നമ്മെ തിരഞ്ഞെടുക്കട്ടെ. മാതാപിതാക്കളെ വഴിപ്പെടൂല, ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭാര്യയെ വഞ്ചിക്കുന്നു, മക്കളെ മര്യാദ പഠിപ്പിക്കൂല, ഖുർആൻ ഓതൂല, ഒരു ദീനി ചുവയുമില്ല. പേരാണെങ്കിൽ മുസ്ലിം, പള്ളിയുടെ റെക്കോർഡിംഗിൽ പേരുണ്ട്, ഓന്റെ സുന്നത്ത് കല്യാണം പള്ളിയും പറഞ്ഞു, മരിച്ചാൽ അവിടെ തന്നെ അടക്കും. അങ്ങനെയൊക്കെ മുസ്ലിങ്ങളാണ്. ഇത് മാത്രമാണ് നിനക്കുള്ളത് എങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ ജീവിത പ്രമാണങ്ങളെ മനസ്സിന്റെ അകത്ത് ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്രായീൽ വന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ്, അസ്രായീൽ വന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ ജീവിത പ്രമാണങ്ങളെ പ്രാവർത്തികമാക്കാൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്.
എന്നാൽ അങ്ങനെയുള്ള പലർക്കും നഷ്ടം സംഭവിച്ചു പോയിട്ടുണ്ട്. നാളെയാവട്ടെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നമുക്ക് നേരമില്ല. നിസ്കാരം തുടങ്ങാത്തവരെ, പടവങ്കോട് പള്ളിയുടെ മുറ്റത്ത് വന്നിരുന്ന വാല് കേട്ടിട്ട് നിസ്കാരം തുടങ്ങാത്തവരെ, നാളെയാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നേരമില്ല. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഭയമിട്ട് കൊടുക്കുക. പേടി നഷ്ടപ്പെട്ടു പോയ മനസ്സുകളാണ് നമ്മുടെ മനസ്സ്. നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും എന്തെന്നറിയോ? അല്ലാഹു പുറത്തു തരും, കുഴപ്പമില്ല, എനിക്ക് അല്ലാഹു പുറത്തു തരും, പ്രശ്നമില്ല. എന്റെ അവസ്ഥ അല്ലാഹുവിനറിയാ, എന്റെ കഷ്ടപ്പാട് അല്ലാഹുവിനറിയാ. പ്രിയപ്പെട്ടവരെ, അങ്ങനാണെങ്കിൽ എന്തിനാണ് ബിലാലുൽ മുഅദ്ദി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പൊട്ടിക്കരഞ്ഞത്? അള്ളാഹ് അങ്ങനെ പാവപ്പെട്ടവനായതുകൊണ്ട് പുറത്തു തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹു എന്തിനാ പൊട്ടിക്കരഞ്ഞത്? ബിലാൽ റളിയല്ലാഹു അൻഹു ഏറ്റവും പാവപ്പെട്ടവനായിരുന്നല്ലോ, ഏറ്റവും പാവപ്പെട്ടവനായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ എല്ലാവരോടും ബിലാലിനെ സയ്യിദ് എന്ന് വിളിക്കണമെന്ന് പറഞ്ഞപ്പോ പൊട്ടിക്കരന്നുകൊണ്ട് ആരംഭപ്പൂവായ പുണ്യ നബി തങ്ങളുടെ മുമ്പ് വന്ന് ഹൃദയവേദനയോടെ അള്ളാഹുവിന്റെ റസൂലേ, എനിക്കതിനെന്ത് പവറാണ് ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദി റളിയല്ലാഹു തആല അൻഹു ഒരു പവറും ജീവിതത്തിൽ ഇല്ലായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു. അങ്ങനെ അള്ളാഹ് രക്ഷ കൊടുക്കണമെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹു രക്ഷ കൊടുക്കണമായിരുന്നു. ജോലിയും കൂലിയും ഇല്ലാത്ത പാവപ്പെട്ടവർ പറയും, അള്ളാഹുവിനറിയാൻ കഷ്ടപ്പാടാ, ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ വീട്ടുകാരും നോക്കും. ഉസ്താദ്മാർക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, 3 നേരം ചാപ്പാട് കൊണ്ടുവരും, തേച്ച് എനിക്ക് നടക്കാം, ഒന്നും അറിയണ്ട, അത്രയും പൂശി അടക്കാം, അവർക്ക് നിസ്കരിക്കാൻ വിളിച്ചാൽ മതി, നമ്മുടെ ജോലിയും കൂലി അവർക്കറിയോ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നവരെ അങ്ങനെ രക്ഷപ്പെടണമായിരുന്നെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹു രക്ഷപ്പെടണമായിരുന്നു. പക്ഷേ ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹു, ഞാൻ പാവപ്പെട്ടവനാണെങ്കിലും അല്ലാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതയുണ്ടല്ലോ, അത് ചെയ്യണമെന്ന ഉറപ്പ് മനസ്സിലുണ്ടായിരുന്നു. അത് ചെയ്യണമെന്നുള്ള ഉറപ്പ് മനസ്സിലുണ്ടായിരുന്നു. രോഗിയാണെങ്കിൽ ഞാൻ രോഗിയാണെന്ന് അല്ലാഹ്ക്ക് അറിയാലോ, അതുകൊണ്ട് ചെയ്യണ്ട എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുപിടിക്കണം. അയ്യൂബ് നബിക്ക് അല്ലാഹു കൊടുത്തതുപോലെ രോഗം ആർക്കാ കൊടുത്തത്? എത്ര കഷ്ടപ്പെട്ടു, എത്ര ബുദ്ധിമുട്ടി, എത്ര പ്രയാസം അനുഭവിച്ചു. അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞില്ലേ? പണക്കാര് വിചാരിക്കും എനിക്ക് ധാരാളം സമ്പത്തൊക്കെ ഉണ്ട്, പള്ളിയിൽ പോയിരിക്കാം, ഉസ്താദ് പറഞ്ഞിടക്ക് പോയിരിക്കാൻ പറ്റും, ഓഫീസ് ആര് നോക്കും? അങ്ങനെയാണെങ്കിൽ ഭൂഗോളം അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അദ്ദേഹം ഇരുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം എനിക്ക് വിശന്നിരിക്കലാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള ശ്രമം കാണിച്ച നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം എന്റെയും നിങ്ങളുടെയും മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ തുറന്ന പുസ്തകം പോലെ പല്ലിളിച്ച് കാണിക്കുമ്പോ ഞാനും നിങ്ങളും ദുനിയാവിന് വേണ്ടി പരക്കം പായുമ്പോ ഓർത്തുകൊള്ളുക, നാളെ ഈ പരിശുദ്ധമായ മജ്‌ലിസില് കണ്ണീരോടുകൂടി ദുആ ചെയ്ത് പിരിയുമ്പോ നിങ്ങളോട് പറയാനുള്ള വിഷയം ഏതൊക്കെ മജ്‌ലിസിൽ പറഞ്ഞിട്ടുണ്ട് ആ മജ്‌ലിസിലെല്ലാ കണ്ണുനീരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിച്ച വിഷയമാണ് ആത്മാവിന്റെ നൊമ്പരങ്ങൾ. ഒരു മനുഷ്യന്റെ റൂഹ് പിരിയുമ്പോ ആ റൂഹ് ലോകത്ത് നൊമ്പരപ്പെട്ടുകൊണ്ട് 10 സ്ഥലങ്ങളിൽ കണ്ണീരോടെ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് നാളെ പടവങ്കോട് പള്ളിയുടെ പരിശുദ്ധമായ മുറ്റത്ത് പറയുന്നത്. ഒരൊറ്റ മനുഷ്യർ പോലും ആ മജ്‌ലിസ് ഒഴിവാക്കല്ലോ. നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ 10 സ്ഥലങ്ങളില് ആ റൂഹ് അനുഭവിക്കാൻ പോകുന്ന നൊമ്പരങ്ങള് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോ മരണം മറന്നുകൊണ്ട് മൃഗങ്ങളെ പോലും തോൽപ്പിക്കുന്ന തരത്തില് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിപൂർണമായ പൊരുത്തം നേടാ, അതിലേക്ക് നമുക്ക് കടന്നെത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, ഇന്നൽ ഖുലൂബ ലയസ്തഉ, ഖൽബുകൾ തുരുമ്പ് പിടിക്കുന്നതാണ്, ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കുന്നതാണ്. കണ്ടില്ലേ, ഒരു സെക്കൻഡ് മിന്നി മറഞ്ഞു പോയപ്പോ മനസ്സിന്റെ ഉള്ളിൽ 50 ലക്ഷത്തിന്റെ സ്വപ്നം വന്നു പോയെങ്കിൽ അദ്ദുനിയാ കഹുൽ മിന്നാഇമി, ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവൻ കാണുന്ന സ്വപ്നമാണ് ദുനിയാവ്. ആ ദുനിയാവ് പെട്ടെന്നങ്ങ് തീരും പെങ്ങളെ.
അബൂദാബിയിൽ തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് കൊടുക്കാൻ സമ്മാനങ്ങൾ വാങ്ങി വെച്ചിരുന്ന സഹോദരൻ അവിടുന്ന് വരുന്നതിന് മുമ്പ് അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു. എത്രയോ പേര് വിമാനത്താവളത്തിൽ വന്ന് എയർപോർട്ടിൽ വന്ന് ഭാര്യയെ കണ്ട് വാരി പുണർന്നു. വാഹനത്തിന്റെ അകത്തേക്ക് മക്കളെയും കൊണ്ട് കടന്നിട്ട് ആ വാഹനത്തിലൂടെ യാത്ര ചെയ്തു പോകുമ്പോ കഴുക്കൂട്ടം, തിരുവനന്തപുരം ജില്ലയുടെ കഴുക്കൂട്ടത്ത് വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ടിപ്പർ ലോറിയും വാഹനവും കൂട്ടിയിടിച്ചുകൊണ്ട് 5 പേര് തകർന്നറിഞ്ഞു പോയ, ചതഞ്ഞറിഞ്ഞു പോയ, അതിൽ 2 പേര് മരണപ്പെട്ടു പോയ, അതിൽ ഒരാള് ഗൾഫിൽ നിന്ന് ഭർത്താവ് വരാ കാത്തിരുന്ന പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു. എല്ലാ ആഗ്രഹങ്ങളെയും അസ്തമിപ്പിച്ചുകൊണ്ട്, എല്ലാ സന്തോഷങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് അസ്രായീൽ കടന്നു വരുമ്പോ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകാൻ? മുന്നറിയിപ്പ് തന്നിട്ടല്ല അസ്രായീൽ വരിക. ഇനി ചായ കൊടുത്തോ, ഇനി ചെറിയ സമാധാനത്തിന്റെ വാള, അത് കഴിഞ്ഞിട്ടേ ഗൗരവത്തിലേക്ക് ചായ കൊടുത്തു. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടല്ല വരിക? യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരിക്കൽ അസ്രായീലിനെ കണ്ടപ്പോ പറഞ്ഞു, അസ്രായീലേ, എന്റെ റൂഹ് പിടിക്കാൻ നീ വരികയാണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് വരണം. അസ്രായീൽ, എന്നോടൊന്ന് ഒരു മുന്നറിയിപ്പ് തന്നിട്ട് ഞാൻ വരികയാണ്, അടുത്ത ആഴ്ച റൂഹ് പിടിക്കും, 10 ദിവസം കഴിയുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകും എന്ന് പറയാൻ വേണ്ടി ഒരാളെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വന്നാൽ സന്തോഷമായി. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ആ പരിപാടി നടക്കൂലേ നബിയെ, നിങ്ങൾ എന്താ പറയണേ? ആരോടും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, ആരോടും അങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പരിപാടി നടക്കൂല. ഏതായാലും യാക്കൂബ് നബി പറഞ്ഞു, അള്ളാഹുവായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് നീ പറയാം. യാക്കൂബ് നബിയല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട പ്രവാചകനാണ്. മക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ശരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. യൂസുഫ് നബി എന്ന തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കുഞ്ഞുനാൾ നഷ്ടപ്പെട്ടു പോയ സങ്കടം ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ശരിക്കും അനുഭവിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് യാക്കൂബ് നബിയുടെ പ്രത്യേക അഭിപ്രായം മാനിച്ചുകൊണ്ട് എന്തെങ്കിലും പരിഗണിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറയാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവുമായിട്ട് തീരുമാനിച്ചപ്പോൾ സംഭവം മനസ്സിലായി. റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് 3 മുന്നറിയിപ്പുകാരെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് അസ്രായീൽ വന്നു പറഞ്ഞു, നബിയേ, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ ഞാൻ വരുന്നതിന് മുമ്പ് 3 പേരെ നിങ്ങളുടെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റൂഹ് പിടിക്കും എന്ന് പറയാൻ 3 കൂട്ടുകാരെ, 3 മുന്നറിയിപ്പുകാരെ അള്ളാഹു പറഞ്ഞു വിടാ തീരുമാനിച്ചിട്ടുണ്ട് നബിയേ. 3 കൂട്ടുകാരെ, 3 മുന്നറിയിപ്പുകാരെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് യാക്കൂബ് നബി പറഞ്ഞു, സന്തോഷം. അപ്പോ 3 പേരെ പറഞ്ഞു വിട്ടിട്ടല്ലേ എന്റെ റൂഹ് പിടിക്കോളൂ, അത്രേ ഉള്ളൂ നബി. ആദ്യത്തെ ആള് വന്ന് പറയും, അടുത്ത ആൾ ഉടനെ വരും. 2ാമത്തെ ആള് വന്ന് പറയും, അടുത്ത ആൾ ഉടനെ വരും. 3ാമത്തെ ആള് വന്ന് പറയും, ഇനി അടുത്ത് വരുന്നത് അസ്രായീലാണ്, ഒരുങ്ങിക്കൊന്നു. അങ്ങനെ തയ്യാറായി. യാക്കൂബ് നബി അലൈഹിസ്സലാം രോഗം ബാധിച്ച് കിടക്കുകയാണ്. മരണശയ്യയിൽ കിടക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്രായീൽ അടുത്തു വന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, അസ്രായീലേ, നീ എന്തിനാണ്? അസ്രായീൽ പറയുന്നു, നബിയേ, ഞാൻ എന്തിനാണ് വരുന്നത്? എന്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വന്നതാണ് നബിയെ എന്ന് പറയുമ്പോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, അസ്രായീൽ, എന്റെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് 3 മുന്നറിയിപ്പുകാരെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ടെന്തേ അവരെയൊന്നും പറഞ്ഞു വിടാതെ റൂഹ് പിടിക്കാൻ നീ പെട്ടെന്ന് കടന്നു വന്നതെന്തേ? 3 മുന്നറിയിപ്പുകാരെ പറഞ്ഞു വിട്ടിട്ടേ നീ വരുവോളെന്നല്ലേ പറഞ്ഞത്? അവരെയൊന്നും പറഞ്ഞു വിടാതെ എന്താ നീ പെട്ടെന്ന് വന്നതെന്ന് ചോദിച്ചു. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വല്ലാഹി നബിയെ, 3 മുന്നറിയിപ്പുകാരെ ഞാൻ പറഞ്ഞു വിട്ടിരുന്നത്. നിങ്ങളുടെ റൂഹ് പിടിക്കാൻ പോകുന്നു എന്ന് നിങ്ങളോട് പറയുന്ന 3 മുന്നറിയിപ്പുകാരെയും ഞാൻ പറഞ്ഞു വിട്ടിരുന്നതാണ്. അത്ഭുതപ്പെട്ടു. യാക്കൂബ് നബി ചോദിച്ചു, അവരാരാണ്? അസ്രായീൽ അടുത്ത് വന്നിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ തലയും ദാടിയും ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, ബയാലു ശഅരിക ബഅദ സവാദിഹി, ബയാലു ശഅരിക ബഅദ സവാദിഹി. നബിയേ,
ഞാൻ പറഞ്ഞു വിട്ട ഒന്നാമത്തെ കൂട്ടുകാരൻ ബയാലു ശഇരിക ബഅദ സവാദിഹി, അങ്ങയുടെ മുടി ഒരുപാട് കറുത്ത മുടിയായിരുന്നല്ലോ, ആ മുടിയെന്ന് വെളുത്തിരിക്കുന്നത് കണ്ടോ? ഇത് മരണത്തിന്റെ ഒന്നാമത്തെ അടയാളമാണ് നബിയേ. കറുത്തുപോയ മുടി വെളുക്കുക ഇത് മരണത്തിന്റെ ഒന്നാമത്തെ അടയാളമാണ്. നരച്ചുപോയവരുണ്ടോ? ഒരുപാട് താമസം ഇല്ല, സമയമായി. ആര് നരച്ചാലും, ചെറുപ്പക്കാര് നരച്ചാലും പ്രായം ചെന്നവര് നരച്ചാലും കറുപ്പിച്ചത് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾ ചിലപ്പോ വീട്ടിൽ പോയിട്ട് ഭാര്യ എടുത്ത് പറയും, എടി ഉസ്താദ് അങ്ങനെ പറഞ്ഞു